മൊഡ്യൂൾ 4-ന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് തന്നെ ഉണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ നിന്ന് അടുത്ത ഫ്ലൂയിഡിലോട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ F1 F2 എന്ന് പറഞ്ഞ രണ്ട് ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് എയറും അടുത്ത് വാട്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം, ഹീറ്റ് കൈമാറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അപ്പോൾ ഇവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചിങ് പ്രോസസ്. ഇവരെങ്ങനെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഡയറക്റ്റ് കോൺടാക്ട് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡയറക്റ്റ് കോൺടാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവും. പെയറും വാട്ടർ ആണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം കോൺടാക്ട് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോൺടാക്ട് ആണെങ്കിൽ ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഉണ്ടാവില്ല, ഇവർ തമ്മിൽ പരസ്പരം കൂടിച്ചേരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഇനി ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, റീജനറേറ്ററും അതുപോലെ തന്നെ റിക്യൂപ്പറേറ്റേഴ്സും. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദി റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ദി ഫ്ലൂയിഡ് മോഷൻ. ഈ രണ്ട് ഫ്ലൂയിഡുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് 3 ടൈപ്പാണ് വരുന്നത്: പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, അതുപോലെ തന്നെ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. റെജനറേറ്ററും റിക്യൂപ്പറേറ്ററും നമ്മൾ നോക്കില്ല, ബാക്കി 1, 2 ഇവിടെ താഴെയുള്ള 3 ഇവർ 3 നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആളാണ് ഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ് ഹീറ്റ് എക്സ്ചേഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് ഫ്ലൂയിഡ്, നമ്മൾ F1 F2 എന്ന് പറഞ്ഞ രണ്ട് ഫ്ലൂയിഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് കോൾഡ് വാട്ടറും അടുത്ത ഫ്ലൂയിഡ് സ്റ്റീമുമാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന രണ്ട് ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കോൾഡ് വാട്ടറും അടുത്തത് സ്റ്റീമുമാണ്. അപ്പോൾ കോൾഡ് വാട്ടറും സ്റ്റീമും ഇതിൻ്റെ അകത്ത്, ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കോൾഡ് വാട്ടർ സ്റ്റീമിൽ നിന്ന്, ചൂടുള്ള സ്റ്റീമിൽ നിന്ന് ഹീറ്റിനെ സ്വീകരിച്ച് ഹോട്ട് വാട്ടറായി പുറത്തോട്ട് പോകും, വെള്ളം ചൂടാവും. അതേസമയം സ്റ്റീം അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ട്, ഹീറ്റ് വെള്ളത്തിനോട് നഷ്ടപ്പെട്ട് ചൂടാറി അത് പുറത്തോട്ട് പോകും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടന്നേക്കുന്നത്. ഇതിന് ഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാനുള്ള കാരണം ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സ്റ്റീമും വാട്ടറും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റാണ്. അവർ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകം അവരുടെ ഇടയിലില്ല. അവർ രണ്ടുപേരും ഡയറക്റ്റ് മിക്സിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാനുള്ള കാരണം. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രണ്ട് ഫ്ലൂയിഡ്സിൻ്റെ ഇടയിൽ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവില്ല, ഇവർ ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും. അതായത് ഇവരുടെ ഇടയിൽ ഒരു വാളുണ്ടാവും, രണ്ടുപേരും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഒരു വാളുണ്ടാവും, രണ്ട് ഫ്ലൂയിഡുകളെ തമ്മിൽ വേർതിരിക്കാനായിട്ട്. ഈ വാളിലൂടെയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ രണ്ട് ഫ്ലൂയിഡുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാളുണ്ട്, ഈ വാളിൻ്റെ അകത്ത് കൂടിയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇവർ തമ്മിൽ ഡയറക്റ്റ് മിക്സിംഗ് ഉണ്ടായിരിക്കില്ല. ഇതേപോലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാറ്റഗറിയാണ് റിജനറേറ്ററും റിക്യൂപ്പറേറ്ററും. പക്ഷെ അവരെ പറ്റി നമുക്ക് പഠിക്കാനില്ല. പകരം ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ പറഞ്ഞായിരുന്നു ബേസ്ഡ് ഓൺ ദ ഫ്ലോ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ആൻഡ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഈ പറയുന്ന 3 ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ല, രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിൽ മിക്സ് ആവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ ഇവരൊരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇവർ പഠിച്ചേക്കണേ, ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇവിടെ നമ്മൾ ഇവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഫ്ലൂയിഡുകളുടെ ഫ്ലോയുടെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക കേട്ടോ. ഫസ്റ്റ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നോക്കാം. അതിൻ്റെ ഫസ്റ്റ് വൺ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള രണ്ട് ഫ്ലൂയിഡ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നടുക്കുള്ള പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത്, നടുക്കുള്ള ട്യൂബിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഹോട്ട് ഫ്ലൂയിഡാണ്. അതിൻ്റെ ചുറ്റുമുള്ള ട്യൂബിലൂടെ ഫ്ലോ ചെയ്യുന്നത് കോൾഡ് ഫ്ലൂയിഡാണ്. ഈ രണ്ട് ഫ്ലൂയിഡും ഒരേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. രണ്ടുപേരും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. രണ്ടുപേരും ഡയറക്ഷൻ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എൻ്റർ ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്. രണ്ടുപേരും ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്, രണ്ടുപേരും ലീവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടാണ് ആദ്യത്തെ രണ്ട് പോയിന്റുകളിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് എലോങ് ലെങ്ത് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെങ്ത്തിൽ ഫ്രണ്ടോട്ട് പോകും തോറും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങടേക്ക് പോകും തോറും ഈ പറയുന്ന ഫ്ലൂയിഡുകളുടെ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചേക്കണേ. അപ്പോൾ ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ്. ആദ്യം അതിൻ്റെ ടെമ്പറേച്ചർ കുറവായിരുന്നു, പിന്നീട് ലെങ്ത്തിൽ ഫ്രണ്ടോട്ട് പോകും തോറും അത് ഹോട്ട് വാട്ടറിൽ നിന്ന് ചൂടിനെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ ചൂട് കൂടി ഇവിടം വരെ എത്തി. ഇനി ഹോട്ട് ഫ്ലൂയിഡിനെ സംബന്ധിച്ച് അത് ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് അത് കോൾഡ് ഫ്ലൂയിഡിലായിട്ട് ഹീറ്റ് നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ചൂടാറി അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇവിടെ എത്തും.
സോ ലെങ്ത്തിൽ ഇവിടെ ലെങ്ത്ത് തുടക്കമായിരുന്നു, ലെങ്ത്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെങ്ത്തിൽ മൂവ് ചെയ്ത് അപ്പർ എൻഡിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ടെമ്പറേച്ചറിൽ കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ രണ്ട് ഫ്ലൂയിഡുകളുടെ ടെമ്പറേച്ചർ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, തുടക്കം ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ വ്യത്യാസം ഭയങ്കര വലുതായിരുന്നു. അവസാനമായപ്പോൾ തൊട്ടും ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ വ്യത്യാസം തീരെ കുറവായി. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഡിക്രീസസ് ഫ്രം ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ്. അതായത് ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റോട്ട് നീങ്ങുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറയും. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ പ്രത്യേകത അതാണ്. തുടക്കത്തിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ അധികമാണ്, ഔട്ട്ലെറ്റ് എത്തുന്ന സമയത്ത്, പുറത്തോട്ട് എത്തുന്ന സമയത്ത് ഈ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ചെറുതായിട്ട് കുറയും. രണ്ടാമത്തെ ടൈപ്പ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഫ്ലൂയിഡ് റൈറ്റ് സൈഡിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അടുത്ത ഫ്ലൂയിഡ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവർ രണ്ടൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇതിനെ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എൻ്റർ ചെയ്യണത്, അടുത്ത ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ കൂടെയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇവരുടെ ഗ്രാഫിനെ പറ്റിയിട്ടാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് അലോങ് ദി ലെങ്ത് കാണിക്കുന്ന ഗ്രാഫ്. അപ്പോൾ ലെങ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻലെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കോൾഡ് ഫ്ലൂയിഡിനെ നോക്കിക്കഴിഞ്ഞാൽ, കോൾഡ് ഫ്ലൂയിഡ് ആദ്യം ഹോട്ട് ഫ്ലൂയിഡിനെ എടുക്കാം. ഹോട്ട് ഫ്ലൂയിഡിനെ എടുത്തു കഴിഞ്ഞാൽ ഇൻലെറ്റിൽ അത് വളരെയധികം ചൂടായിരുന്നു, അത് ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു, അതിവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഔട്ട്ലെറ്റിലോട്ട് എത്തുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇവിടെ എത്തും. ഇനി കോൾഡ് ഫ്ലൂയിഡിനെ സംബന്ധിച്ച് അത് റൈറ്റ് സൈഡിലൂടെയാണ് എൻ്റർ ചെയ്യണത്. അപ്പോൾ ഗ്രാഫ് നമ്മൾ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, റൈറ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡ് തുടക്കത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ തീരെ കുറവായിരുന്നു, കാരണം തണുത്തിരിക്കുകയാണ്, അതിൻ്റെ ടെമ്പറേച്ചർ തീരെ കുറവാണ്. ഗ്രാഫ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കുറവാണ്. ഇനി ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി ഔട്ട്ലെറ്റിൽ പുറത്തോട്ട് എത്തുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യണത്. അതിൻ്റെ ടെമ്പറേച്ചർ കൂടി ഈ ലെവലിലെത്തും. അപ്പോൾ നമ്മൾ ഇവരുടെ ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇവരുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തുല്യമാണ്. തുടക്കവും അവസാനം ടെമ്പറേച്ചർ ഡിഫറൻസ് തുല്യമാണ്. സോ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് അതാണ് പറയുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫ്ലൂയിഡ്സ് റിമെയിൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ തുടരും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഹോട്ട് ഫ്ലൂയിഡിന് പാസ് ചെയ്യാനായിട്ട് ഇവിടെ ട്യൂബ്സ് ഉണ്ട്. ഹോട്ട് ഫ്ലൂയിഡ് ലെഫ്റ്റ് സൈഡിലൂടെ എൻ്റർ ചെയ്ത് റൈറ്റ് സൈഡിലൂടെ പുറത്തോട്ട് പോകും. ഈ പറയുന്ന ട്യൂബുകളിലൂടെ സഞ്ചരിച്ച് പുറത്തോട്ട് പോകും. ഇനി ഹോട്ട് ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അതേ സമയത്ത് കോൾഡ് ഫ്ലൂയിഡ് മേലേന്ന് താഴത്തോട്ടാണ് ഫ്ലോ ചെയ്യണത്. കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യണത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഫ്ലോ ചെയ്യണത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരാൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനും മറ്റേ ആൾ വെർട്ടിക്കൽ ഡയറക്ഷനാണ്. അതായത് കോൾഡ് ഫ്ലൂയിഡ് ഹോട്ട് ഫ്ലൂയിഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാവൽ ചെയ്യണത്. നമുക്കിവിടെ പറയാം, വൺ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് പെർപെൻഡിക്കുലർലി അക്രോസ് ദി അതർ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് മറ്റേ ഫ്ലൂയിഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൗണ്ടർ ഫ്ലോ, അതുപോലെ തന്നെ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇനി നമുക്ക് ഒരു പ്രത്യേക ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ എടുത്തു പഠിക്കാനുണ്ട്. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പേര് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാണ്. അതിൻ്റെ പേര് അങ്ങനെ പറയാനുള്ള കാരണം, അതിൻ്റെ അകത്തുള്ളത് ഒരു ഷെല്ലും ബണ്ടിൽ ഓഫ് ട്യൂബാണ്. ഒരു ഷെല്ലുണ്ട്, ഒരു പുറമോടി ഉണ്ട്, അതിൻ്റെ അകത്ത് ബണ്ടിൽ ഓഫ് ട്യൂബ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റാണ്. രണ്ട് ഫ്ലൂയിഡും തമ്മിൽ മിക്സ് ആവുന്നില്ല, രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ട്യൂബുകളുടെ വാൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ആദ്യത്തെ ഫ്ലൂയിഡ് നമ്മുടെ ഷെല്ലിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പൈപ്പിങ്ങിലൂടെ അപ്പുറത്തോട്ട് പോകും. ഈ പറയുന്ന പൈപ്പ്സിലൂടെ അപ്പുറത്തോട്ട് പോയി ട്യൂബിൻ്റെ ഔട്ട്ലെറ്റ് വഴി ഈ സാധനം നേരെ വെളിയിലോട്ട് പോകും. ഇനി രണ്ടാമത്തെ ഫ്ലൂയിഡ് ഷെല്ലിലോട്ട് എൻ്റർ ചെയ്ത് ഈ സാധനം ഈ പറയുന്ന ബാഫിൾ പ്ലേറ്റുകളുണ്ട്, ഈ ബാഫിൾ പ്ലേറ്റുകളുടെ ഇടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും ഈ സാധനം നേരെ പുറത്തോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബാഫിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ ഇതാണ്. ഈ പ്ലേറ്റുകളോട് കൊടുക്കാനുള്ള കാരണം, ആ പ്ലേറ്റുകൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഷെല്ലിൻ്റെ അകത്തോടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഡയറക്റ്റ് ഇങ്ങനെ കയറി നേരെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയാണ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ഇവർ തമ്മിൽ ഇങ്ങനെ നിൽക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഫിൾ പ്ലേറ്റ് കൊടുത്തേണ്ടത്. ബാഫിൾ പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഫ്ലൂയിഡ് വളഞ്ഞും തിരിഞ്ഞും ഈ പറയുന്ന പാത്തിലൂടെ സഞ്ചരിച്ചാണ് ഔട്ട്ലെറ്റോട്ട് പോകുള്ളൂ, പുറത്തോട്ട് പോകുള്ളൂ. അപ്പോൾ അത്രയധികം സമയം ഹീറ്റ് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാഫിൾ പ്ലേറ്റ്സ് കൊടുക്കാനുള്ള റീസൺ. അപ്പോൾ ഇവിടെ രണ്ട് ഫ്ലൂയിഡ് ഉണ്ട്. ഒരു ഫ്ലൂയിഡ് ട്യൂബിൽ കൂടെ പാസ് ചെയ്യും, അടുത്ത ഫ്ലൂയിഡ് ഷെല്ലിൻ്റെ അകത്തോടെയും പാസ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഫ്ലൂയിഡ് തമ്മിൽ ഒരു രീതിയിലും കോൺടാക്ട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇൻഡയറക്റ്റ് കോൺടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് LMTD എന്ന് പറഞ്ഞ ടേമാണ്. LMTD ഫുൾ ഫോം ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നാണ്. ഇനി അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച ഹീറ്റ് എക്സ്ചേഞ്ചസിൻ്റെ ഗ്രാഫ് എടുക്കണം. ഈ ഗ്രാഫുകളിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇതിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ഫ്രണ്ടോട്ട് പോകും തോറും പല പല വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് നമ്മൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചിൽ കണ്ടു. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ഒരു വാല്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവിടെ നമുക്ക് ആവറേജ് ആണ് എപ്പോഴും പറയാൻ പറ്റുള്ളൂ. ആവറേജിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് മീൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ LMTDയുടെ ഫുൾ ഫോമിലോട്ട് തിരിച്ചു വരിക. LMTD എന്താ? മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ആവറേജ് തന്നെയാണ്. പക്ഷേ ആ ആവറേജ് കാണുന്ന രീതിക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അത് ലോഗ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് പോയിന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ്സ് ചേഞ്ചസ് അലോങ് ദ ലെങ്ത്. രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ലെങ്ത്തിൽ ഫ്രണ്ടോട്ട് പോകുന്നതോറും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ആവറേജ് എടുക്കാതെ വേറെ വഴിയില്ല. ഇനി ആവറേജ് എടുക്കുന്ന ആ രീതിയാണ് LMTD. ഇവിടെ LMTD കണ്ടുപിടിക്കുകയാണ്. ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ΔTA മൈനസ് ΔTB ഡിവൈഡ് ബൈ ലോഗ് ΔTA ഡിവൈഡ് ബൈ ΔTB ആണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ΔTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബി എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡാ, പൈപ്പിൻ്റെ രണ്ട് എൻഡ്. എ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലെ എൻഡ് ആണെങ്കിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലെ എൻഡ്. അപ്പോൾ ലെഫ്റ്റിലെ ΔTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചറിലെ വ്യത്യാസമാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ΔTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ, ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ΔTB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിലെ, ബി എന്ന് പറയുന്ന എൻഡിലെ, അതായത് റൈറ്റ് എൻഡിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതായത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് വരുവാണെങ്കിൽ ഒരു എൻഡ് എയും മറ്റേ എൻഡ് ബി ആയിരിക്കും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിലെ ഫ്ലൂയിഡുകൾ തമ്മിലുള്ള ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം. ΔTB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ സൈഡിലെ ഫ്ലൂയിഡുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. അടുത്ത ടേം എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അത് എന്ത് കാര്യത്തിൻ്റെ എഫക്റ്റീവ്നെസ് പറയുന്നത് പോലെ തന്നെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് പരീക്ഷ ഇട്ടിട്ട് അതിൻ്റെ മാർക്ക് എങ്ങനെ നമ്മൾ പറയുന്നത്? മാക്സിമം പോസിബിൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 100 ആണ്. 80 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് 80 ആയിരിക്കും. അപ്പോൾ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടിയിൽ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ വരും, മേലെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് നോക്കാണ്ട് എയർ കംപ്രസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എയർ കംപ്രസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എയറിനെ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇനി ഈ പറയുന്ന കംപ്രസ്ഡ് എയറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. നമ്മൾ എയറിനെ കംപ്രസ് ചെയ്യുന്നു, ആ കംപ്രസ്ഡ് എയറിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടു റൺ ദി കംപ്രസ്ഡ് എയർ എൻജിൻസ്. കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എൻജിൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസ്ഡ് എയർ ഒന്ന് യൂസ് ചെയ്യാറുള്ളത്. രണ്ടാമത് ന്യൂമാറ്റിക് ബ്രേക്സ്. നമുക്കറിയാം ന്യൂമാറ്റിക് ബ്രേക്സിൻ്റെ അകത്തൊക്കെ കംപ്രസ്ഡ് എയറിൻ്റെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ഈ പറയുന്ന കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എയർ ബ്ലാസ്റ്റ് ഫോർ ബ്ലാസ്റ്റ് ഫർണസ് നമുക്കറിയാം. നമ്മൾ മറ്റേ ബോയിലർ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചാണ് ഫർണസിൻ്റെ അകത്താണ് നമ്മൾ കൽക്കരിയൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ഈ കൽക്കരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് നല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ സപ്ലൈ വേണം, എയറിൻ്റെ സപ്ലൈ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ഇങ്ങനെ സപ്ലൈ ചെയ്യാനായിട്ട് കംപ്രസ്ഡ് എയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഫർണസിലോട്ട് ഇങ്ങനെ അടിച്ച് കയറ്റി വിടാനായിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ എയർ ലിഫ്റ്റ് പമ്പ് എന്ന് പറയുന്ന പമ്പിൽ വെള്ളമൊക്കെ മേലോട്ട് പമ്പ് ചെയ്ത് വലിയ കിണറിൽ നിന്നൊക്കെ പമ്പ് ചെയ്ത് വെള്ളം മേലോട്ട് എടുക്കാനായിട്ട് നമ്മൾ എയർ ലിഫ്റ്റ് പമ്പ്സ് യൂസ് ചെയ്യും. അവിടെ നമ്മുടെ കംപ്രസ്ഡ് എയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി സ്പ്രേ പെയിൻറ്റിങ് വർക്ക്സിൽ കംപ്രസ്ഡ് എയറിൻ്റെ യൂസ് വരും. നമ്മളിപ്പോൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേയുടെ അകത്ത് തന്നെ, ഈ പറയുന്ന ക്യാൻ്റെ ഒക്കെ അകത്ത് തന്നെ കംപ്രസ്ഡ് എയർ ആണുള്ളത്. ആ കംപ്രസ്ഡ് എയർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ എയറിൻ്റെ ഒപ്പം സ്പ്രേയും കൂടെ പുറത്തോട്ട് വരാനുള്ള റീസൺ. അപ്പോൾ ഇതൊക്കെയാണ് കംപ്രസ്ഡ് എയറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി കംപ്രസേഴ്സിൻ്റെ, ഈ പറയുന്ന എയർ കംപ്രസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് കംപ്രഷൻ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സും അതുപോലെ തന്നെ റോട്ടറി കംപ്രസേഴ്സും. ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്റ്റേജ്, എത്ര സ്റ്റേജ് ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റേജ് കംപ്രസറും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് കംപ്രസറും ഉണ്ട്.
ഇനി ബേസ്ഡ് ഓൺ ദി പ്രഷറിനെ ബേസ് ചെയ്തിട്ട് ലോ പ്രഷർ, മീഡിയം പ്രഷർ, ഹൈ പ്രഷർ, സൂപ്പർ ഹൈ പ്രഷർ. കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ട് ലോ കപ്പാസിറ്റി, മീഡിയം കപ്പാസിറ്റി, അതുപോലെ തന്നെ ഹൈ കപ്പാസിറ്റി. മെത്തേഡ് ഓഫ് കൂളിങ്ങിനെ ബേസ് ചെയ്തിട്ട് എയർ കൂൾഡ്, അതുപോലെ തന്നെ വാട്ടർ കൂൾഡ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഇവരെയൊക്കെ നമ്മൾ പേരുകൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കംപ്രസേഴ്സ് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അന്നേരം നമ്മൾ ഇവരെല്ലാവരും എഴുതേണ്ടി വരും. പക്ഷേ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് ഇവരെ ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ്: റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റോട്ടറി കംപ്രസേഴ്സ്, അതുപോലെ തന്നെ സിംഗിൾ സ്റ്റേജ് ആൻഡ് മൾട്ടി സ്റ്റേജ്. ആദ്യം നമ്മൾ നോക്കുന്നത് സിംഗിൾ സ്റ്റേജ് ആൻഡ് മൾട്ടി സ്റ്റേജ് കംപ്രസേഴ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന പാർട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലിയാണ്. നമ്മുടെ എഞ്ചിൻ്റെ വർക്കിംഗ് വരുന്ന പോലെ തന്നെ സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെ അസംബ്ലിയാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ അകത്തിടുന്ന നമ്മുടെ പിസ്റ്റൺ മേലോട്ടും താഴത്തോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്ട്രോക്കാണ് പറയാനുള്ളത്. ഒന്ന് സക്ഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ കംപ്രഷൻ ഡെലിവറി സ്ട്രോക്കും. സക്ഷൻ സ്ട്രോക്കിൻ്റെ അകത്ത് നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യും. ഡെലിവറി സ്ട്രോക്കിൻ്റെ സമയത്ത് നമ്മുടെ പിസ്റ്റൺ മേലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇൻലെറ്റ് വാൽവ് ഇതാട്ടോ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഇൻലെറ്റ് വാൽവിലൂടെ എയർ അകത്തോട്ട് കയറി വരും, സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറും. ഇനി രണ്ടാമത് ഡെലിവറി സ്ട്രോക്കിൻ്റെ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ഈ പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെ ഇടയിൽ ട്രാപ്പായി പോവാണ് ചെയ്യണത്. അപ്പോൾ പിസ്റ്റൺ മേലോട്ട് പോകുന്ന സമയത്ത് എയർ വളരെയധികം ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ എയറിൻ്റെ പ്രഷർ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മേലെത്തുന്ന സമയത്ത് ഈ എയർ എന്ത് ചെയ്യും? ഈ ഡെലിവറി വാൽവിനെ തള്ളി തുറക്കും. കാരണം അതിനുള്ള എയർ പ്രഷറായി. ആ പ്രഷർ ഉപയോഗിച്ചിട്ട് ഈ ഡെലിവറി വാൽവിനെ തള്ളി തുറന്നുകൊണ്ട് ഇത് സ്റ്റോറേജ് ടാങ്കിലോട്ട്, എവിടെയാണ് നമ്മുടെ കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ സ്റ്റോറേജ് ടാങ്കിലോട്ട് ഡെലിവർ ആവും. അപ്പോൾ ആദ്യത്തെ സക്ഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ ഡെലിവറി സ്ട്രോക്ക്, ഇങ്ങനെ രണ്ട് സ്ട്രോക്കിലായിട്ടാണ് സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രസറിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തുടക്കം നമ്മുടെ എയറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 ആയിരുന്നു. ആ പ്രഷർ നമ്മൾ എന്താക്കി മാറ്റി? P2 ആക്കി മാറ്റി. അതായത് ആദ്യം പ്രഷർ P1 ചെറിയ പ്രഷറായിരുന്നു, അതിനെ ഹൈ പ്രഷറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, പ്രഷർ P2 ആക്കി മാറ്റി, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് പ്രഷറുള്ളൂ, P1 ലോ പ്രഷറും അതുപോലെ തന്നെ ഹൈ പ്രഷറും. ഇനി മൾട്ടി സ്റ്റേജ് കംപ്രസറിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്റ്റേജിലായിട്ടാണ് നമ്മൾ കംപ്രഷൻ നടക്കുന്നത്. ഫസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്യും, രണ്ടാമത് വീണ്ടും കംപ്രസ് ചെയ്യും. ഇങ്ങനെ രണ്ട് സ്റ്റേജിലായിട്ട് കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രസർ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സിംഗിൾ സ്റ്റേജ് കംപ്രസറിൽ ഒരു പിസ്റ്റൺ അസംബ്ലി ഉണ്ടാവുള്ളൂ. ഇവിടെ പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ പക്ഷേ ഒന്ന് ഇവിടെ ഉണ്ട്, രണ്ടാമത് ഇവിടെ ഉണ്ട്. രണ്ട് സിലിണ്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ലോ പ്രഷർ സിലിണ്ടറും രണ്ടാമതൊരു ഹൈ പ്രഷർ സിലിണ്ടറും. ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ പ്രഷർ സിലിണ്ടർ സക്ഷൻ സ്ട്രോക്ക് പോകും. അന്നേരം പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ ഇതിൻ്റെ അകത്തോട്ട് കയറും. ആ ഫ്രഷ് എയറിനെ നമ്മുടെ ലോ പ്രഷർ സിലിണ്ടർ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്ന പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് P1 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ. ആ P1 എന്ന് പറഞ്ഞ പ്രഷറിനെ നമ്മുടെ ഫസ്റ്റ് ലോ പ്രഷർ സിലിണ്ടർ P2 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. P2 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഈ സാധനം നേരെ ഡയറക്റ്റ് അടുത്ത സിലിണ്ടറിലോട്ട് പോവല്ല ചെയ്യുന്നത്. അതിന് മുന്നേ ഇൻ്റർകൂളർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഇൻ്റർകൂളർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ലോ പ്രഷർ സിലിണ്ടറിൽ നിന്ന് എയർ ഇങ്ങടേക്ക് എത്തുന്ന സമയത്ത് അതിന് ഓൾറെഡി നല്ല ചൂടുണ്ടാവും. കാരണം അതിന് കംപ്രസ് ചെയ്തേക്കാണ്, അപ്പോൾ അതിന് ചൂടുണ്ടാവും. അപ്പോൾ അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഇൻ്റർകൂളർ യൂസ് ചെയ്യും. ഇൻ്റർകൂളറിൻ്റെ അകത്തേക്കൂടെ ഈ പറയുന്ന കൂളിംഗ് വാട്ടർ കടന്നു പോകും. അപ്പോൾ കൂളിംഗ് വാട്ടർ എയറിനെ തണുപ്പിക്കും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറച്ചാണ് നമ്മൾ രണ്ടാമത്തെ സിലിണ്ടറിലോട്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് എയർ അകത്തോട്ട് കയറും. അതിനുശേഷം ഈ ഹൈ പ്രഷർ സിലിണ്ടർ അതിനെ വീണ്ടും പ്രഷറൈസ് ചെയ്യും, വീണ്ടും കംപ്രസ് ചെയ്യും. രണ്ടാമത് കംപ്രസ് ചെയ്ത് P3 എന്ന് പറയുന്ന പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ P1 ആയിരുന്നു ഇൻലെറ്റിലെ പ്രഷർ, തുടങ്ങിയപ്പോൾ പ്രഷർ നമുക്ക് P3യിലോട്ടായിരുന്നു കൺവേർട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യല്ല ചെയ്തത്. ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്തു, പിന്നീട് അതിനുശേഷം P3യിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജുകൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഒരു സക്ഷൻ സ്റ്റേജ് ഉണ്ട്, ലോ പ്രഷർ സിലിണ്ടർ വർക്ക് ചെയ്യുന്ന സ്റ്റേജ്. രണ്ടാമതൊരു ഇൻ്റർകൂളിംഗ് സ്റ്റേജ് ഉണ്ട്. മൂന്നാമത് ഹൈ പ്രഷർ കംപ്രഷൻ സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് രണ്ടാമത്തെ ഹൈ പ്രഷർ സിലിണ്ടർ വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച രണ്ട് കംപ്രസറും റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സാണ്. അതിൻ്റെ അകത്ത് വരുന്ന സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജുമാണ് നമ്മൾ പഠിച്ചതാണ്. ഇവരെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ? സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് ഈ പിസ്റ്റൺ മേലോട്ടും താഴത്തോട്ട് റെസിപ്രോക്കേറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ സിലിണ്ടർ പിസ്റ്റൺ വരുന്ന കംപ്രസറുകളെയൊക്കെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള റോട്ടറി കംപ്രസേഴ്സാണ്. അപ്പോൾ റോട്ടറി കംപ്രസേഴ്സിൻ്റെ അകത്ത് ഈ പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഒന്നും ഉണ്ടാവില്ല. പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് മേലോട്ടും താഴത്തോട്ടൊന്നും മൂവ് ചെയ്യുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. പകരം ഇതിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടുകളായിരിക്കും ഉണ്ടാവുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ ഇവരെ റൊട്ടറി കംപ്രസേഴ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ. ഇനി റോട്ടറി കംപ്രസേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സിലോട്ട് വരാം. അതിൻ്റെ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇവർ ഈ പറയുന്ന കംപ്രസേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർ ഈ പറയുന്ന എയറിനെ ട്രാപ്പ് ചെയ്യും. ഫസ്റ്റ് ട്രാപ്പ് ചെയ്യും. ട്രാപ്പ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന എയറിൻ്റെ വോളിയം കുറയ്ക്കും. അതായത് അതിൻ്റെ വോളിയം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടും. ഇതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ ചെയ്യുന്നത്. ആദ്യം ട്രാപ്പ് ചെയ്യും, ഫസ്റ്റ് ട്രാപ്പ് ചെയ്യും. ആ ട്രാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടും. ഈ രീതിയിലാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സ് എയറിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൂട്ട്സ് ബ്ലോവർ ആണ്. റൂട്ട്സ് ബ്ലോവറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് റൊട്ടേറ്റിംഗ് കമ്പോണൻസ് ഉണ്ട്. ലോബ്ഡ് റോട്ടേഴ്സ് ആണ് ഇവർ വിളിക്കുന്ന പേര്. ബ്ലേഡ് പോലെയല്ല, തടിയുള്ള ലോബ്ഡ് ആയിട്ടുള്ള റോട്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവർ രണ്ടുപേരും റൊട്ടേറ്റിംഗ് കമ്പോണൻറ്റുകളാണ്. അവരെ വച്ചിരിക്കുന്ന ഒരു കേസിങ്ങിൻ്റെ അകത്താണ്. ഇനി ഈ പറയുന്ന റോട്ടറുകളിൽ ഒരു റോട്ടറിനെ നമ്മൾ മോട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. അടുത്ത റോട്ടർ, രണ്ടാമത്തെ റോട്ടർ ഈ ആദ്യത്തെ റോട്ടറിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ റോട്ടർ കറങ്ങുന്ന സമയത്ത് രണ്ടാമത്തെ റോട്ടറും ഓട്ടോമാറ്റിക്കലി കറങ്ങും. ഇനി ഇവർ കറങ്ങുന്ന ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോട്ടർ ഈ ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ അടുത്ത റോട്ടർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. രണ്ടുപേരും കറങ്ങുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. ഇനി ഇവരിങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ അകത്തോട്ട് കയറും. എയർ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എയർ ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള സ്പേസിൽ ട്രാപ്പ് ആവും. ഇനി ഇവർ തമ്മിൽ പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്ന സമയത്ത് ഇവരുടെ ഇടയിലുള്ള വോളിയം അങ്ങ് കുറയും. വോളിയം കുറയുന്ന സമയത്ത് എയർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങും. ഞെരുങ്ങി കഴിയുമ്പോൾ എയറിൻ്റെ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടിയ എയറിനെ നമ്മൾ നേരെ റിസീവർ ടാങ്കിലോട്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്കിലോട്ട് വിടും. അവിടെ കംപ്രസ്ഡ് എയർ സ്റ്റോർ ആയിരിക്കും. അവിടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കംപ്രസ്ഡ് എയർ പുറത്തോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും, ഫസ്റ്റ് ഇവർ എയറിനെ ട്രാപ്പ് ചെയ്തു, പിന്നീട് ഈ പറയുന്ന എയറിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ കംപ്രഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ ടൈപ്പ് വെയിൻ ബ്ലോവർ ആണ്. ഫസ്റ്റ് വെയിൻ ബ്ലോവറിന്റെ പാർട്സ് നമുക്ക് നോക്കാം. വെയിൻ ബ്ലോവറിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർ കേസിംഗ് ആണ്. ഇതിന്റെ മൂടി, ഇതിന്റെ ഔട്ടർ കേസിംഗ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ അകത്ത് എയറിനകത്തോട്ട് കയറി വരാനായിട്ട് ഒരു ഇൻലെറ്റ് ഉണ്ട്. അതുപോലെ എയറിന്റെ പുറത്തോട്ട് റിസീവറിൽ ടാങ്കിലോട്ട് പോകാനായിട്ട് പുറത്തോട്ടുള്ള ഒരു വഴിയുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ഒരു റോട്ടർ ഇരിക്കുന്നുണ്ട്, കറങ്ങുന്ന ഒരു റോട്ടർ ഉണ്ട്. ഇതാണ് റോട്ടർ. ഇനി പക്ഷെ ആ റോട്ടർ വെച്ചേക്കണേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന കേസിങ്ങിന്റെ കറക്റ്റ് സെൻട്രലല്ല റോട്ടർ വെച്ചേക്കണേ. റോട്ടർ എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് സെൻട്രലല്ല, ഇച്ചിരി സെൻറ്ററിൽ നിന്ന് കുറച്ച് വിട്ടാണ് നിൽക്കണേ. നിങ്ങൾ ഈ റോട്ടറിന്റെ ഔട്ടർ സർഫസും ഈ കേസിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഗ്യാപ്പ് തീരെ കുറവും, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ഈ പറയുന്ന റോട്ടർ എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് സെൻട്രലല്ല പ്ലേസ് ചെയ്തേക്കണേ. ഇനി ഈ പറയുന്ന റോട്ടറിലാണ് നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലേഡുകളാണ്. ഈ ബ്ലേഡുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന റോട്ടറിലാണ്. അപ്പോൾ ഈ റോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന വെയിൻസും കറങ്ങും. ഇവിടെ 6 വെയിൻസ് ഉണ്ട്, 6 ബ്ലേഡുകൾ ഉണ്ട്. ഈ 6 ബ്ലേഡുകളും കറങ്ങും, ഒരുമിച്ച് കറങ്ങും. ഈ ബ്ലേഡ് കറക്റ്റ് കേസിങ്ങിന്റെ സെൻട്രലിൽ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വെയിൻസ് കറങ്ങുമ്പോഴാണ് നമ്മൾ ബ്ലോവർ കറങ്ങി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബ്ലോവർ കറങ്ങി കഴിയുമ്പോൾ അത് പുറത്തുനിന്നുള്ള എയറിന് അകത്തോട്ട് വലിച്ചെടുക്കും. ഈ പുറത്തോട്ടുനിന്നുള്ള എയർ ആദ്യം അകത്തോട്ട് കയറുന്നത് ഈ 1-ന്റെയും 2-ന്റെയും ഇടയിലുള്ള റീജിയനിലോട്ടാണ്. 1-ന്റെയും 2-ന്റെയും ഇടയിലുള്ള റീജിയനിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ എയർ ഇതിൻ്റെ അകത്ത് ആദ്യം ട്രാപ്പ് ആവും. ട്രാപ്പ് ആയതിനു ശേഷം പിന്നെ എയർ മൂവ് ചെയ്യണത് ഈ റീജിയനിലോട്ടായിരിക്കും. ഈ റീജിയനിലോട്ട് മൂവ് ചെയ്ത് ഈ 3 to 5 എന്ന് പറയുന്ന റീജിയന്റെ ഇടയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ വോളിയം കുറഞ്ഞു വരിക, അതായത് വിഡ്ത്ത് കുറഞ്ഞു വരിക, എയറിന് ഇരിക്കാനുള്ള സ്ഥലം തീരെ കുറഞ്ഞു വരിക. അങ്ങനെ വോളിയം കുറയുന്ന സമയത്ത് എയർ കംപ്രസ് ആവും, എയറിന്റെ പ്രഷർ കൂടും. അങ്ങനെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഇതുവഴി പുറത്തോട്ട് പോകും, നേരെ റിസീവർ ടാങ്കിലോട്ട് എത്തും. റിസീവർ ടാങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എയർ നമുക്ക് പുറത്തോട്ട് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഇവർ ചെയ്തെന്താ, ഫസ്റ്റ് എയറിനെ ട്രാപ്പ് ചെയ്തു. 1, 2 എന്ന് പറയുന്ന ഈ റീജിയന്റെ ഇടയിൽ എയർ ട്രാപ്പായി. രണ്ടാമത് ബ്ലോവർ കറങ്ങുന്നതിനനുസരിച്ച് എയർ ഈ ഭാഗത്തോട്ട് മൂവ് ചെയ്തു. എയർ ഈ 3 to 5 എന്ന് പറയുന്ന റീജിയന്റെ ഇടയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എയർ കംപ്ലീറ്റ്ലി ട്രാപ്പ് ആയതിനു ശേഷം വോളിയം കുറഞ്ഞൊരു ഭാഗത്തോട്ട് എത്തി. വോളിയം കുറഞ്ഞ ഭാഗത്തോട്ട് എത്തുമ്പോൾ എയറിന് ഞെരുക്കം വരും, എയർ കംപ്രസ് ആവും, എയറിന്റെ പ്രഷർ കൂടും. ഇങ്ങനെ എയറിനെ കംപ്രസ് ചെയ്ത് റിസീവർ ടാങ്കിലോട്ട് വിടും. ഇങ്ങനെയാണ് വെയിൻ ബ്ലോവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വെയിൻ ബ്ലോവറും ഇതിന് തൊട്ട് മുന്നേ പിടിച്ച റൂട്ട്സ് ബ്ലോവറും രണ്ടുപേരും പ്രത്യേകത, രണ്ടുപേരും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സ് ആണ്. കാരണം അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എയറിനെ ട്രാപ്പ് ചെയ്യും, പിന്നീട് എയറിന്റെ വോളിയം റിഡ്യൂസ് ചെയ്തുകൊണ്ട് അവർ എയറിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അല്ലാത്ത ഒരു കംപ്രസറിനെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്, അതായത് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സിന്റെ ഒരു രീതി എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം കേട്ടോ.
പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സിന്റെ രീതി എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസേഴ്സ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവർ ഈ പറയുന്ന എയറിന്റെ വെലോസിറ്റി കൂട്ടും. അതായത് ഇവർ ഈ എയർ നേരെ ചെല്ലുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ്സിലൂടെ ആയിരിക്കും. ഇമ്പല്ലർ എന്ന് പറയും. റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ്സിലൂടെ ആയിരിക്കും നേരെ ചെല്ലണേ. ഈ ബ്ലേഡ്സിന്റെ ഇടയിൽ പെട്ട് പോകുമ്പോൾ ഈ എയറിന്റെ വെലോസിറ്റി കൂടും. അതായത് ആദ്യം ഇതിന്റെ വെലോസിറ്റി നമ്മളങ്ങ് കൂട്ടും, മാക്സിമം അങ്ങ് കൂട്ടും. വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെലോസിറ്റിനെ നേരെ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. നേരെ നമുക്ക് വേണ്ടത് എന്താ, എയറിന്റെ പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. ഈ വെലോസിറ്റിനെ നേരെ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഡിഫ്യൂസർ. അപ്പോൾ ഡിഫ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന നോസിലിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ നേരത്തെ മുന്നേ ടർബൈൻ പഠിച്ച സമയത്ത്, കഴിഞ്ഞ ചാപ്റ്ററിൽ ടർബൈൻ പഠിച്ച സമയത്ത് നമ്മൾ നോസിൽ കണ്ടായിരുന്നു. നോസിലിന്റെ പ്രത്യേകത ആദ്യം ഏരിയ കൂടുതലും പിന്നീട് ഏരിയ കുറവുമാണ്. അപ്പം നോസിലിൽ കൂടെ എയർ കടന്നു പോകുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വെലോസിറ്റി കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഈ പടം നേരെ തിരിച്ചു വരച്ചാൽ മതി. ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, തുടക്കം ഏരിയ കുറവും പിന്നീട് ഏരിയ കൂടുതലുമാണ്. അപ്പം ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് എയറിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് നേരെ റിവേഴ്സ് സാധനം സംഭവിക്കുന്നത്. നോസിലിൽ വെലോസിറ്റി കൂടിയിട്ട് പ്രഷർ കുറയായിരുന്നു സംഭവിക്കുന്നത്. പക്ഷേ ഡിഫ്യൂസറിലൂടെ കടന്നു പോകുന്ന സമയത്ത് വെലോസിറ്റി കുറഞ്ഞിട്ട് അതെല്ലാം പ്രഷറായിട്ട് മാറും. അതായത് പ്രഷർ കൂടും. നോസിലൂടെ കടന്നു പോകുമ്പോൾ പ്രഷർ കുറയും, ഡിഫ്യൂസറിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രഷർ കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണതും അത് തന്നെയാണ്. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇമ്പല്ലറിൻ്റെ അകത്തിട്ട് എയർ കറങ്ങുമ്പോൾ എയറിന്റെ വെലോസിറ്റി കൂടും. ഫസ്റ്റ് നമ്മൾ എയറിന്റെ വെലോസിറ്റി കൂട്ടിയതിന് ശേഷം അതിന്റെ പ്രഷർ കൂട്ടും, പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡിഫ്യൂസർ. ഡിഫ്യൂസറിന്റെ ഷേപ്പ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഡിഫ്യൂസറിന് ആദ്യം ഏരിയ കുറവായിരിക്കും, പിന്നീട് അതിന്റെ ഏരിയ ഇങ്ങനെ കൂടി വരും. നോസിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്യൂസറിന് പറഞ്ഞത്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിന്റെ പടം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കംപ്രസറിലെ പടം നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇതിന്റെ നടുക്കുള്ള ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഐ ഓഫ് ദ ഇമ്പല്ലറാണ്. ഇമ്പല്ലറിന്റെ നടുഭാഗം. അതിന്റെ ചുറ്റും നമുക്ക് ഇമ്പല്ലർ ബ്ലേഡ്സ്, അത് ഈ കാണുന്ന റീജിയനിൽ ഇമ്പല്ലറിന്റെ ബ്ലേഡ്സ് നമുക്ക് കാണാം. ഇനി അതിന്റെ വെളിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു റിംഗ് ഉണ്ട്. ആ റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസർ റിംഗ് ആണ്. അതായത് ഇമ്പല്ലറിന്റെ പുറത്ത് വരുന്നത് ഡിഫ്യൂസർ റിംഗ് ആണ്. ഇനി അതിന്റെ വെളിയിലാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിന്റെ കേസിങ് പുറമോടി വരുന്നത്. അത് വോളിയോട്ട് കേസിംഗ് ആണ്. ആ കേസിങ്ങിന്റെ പ്രത്യേകത നമുക്ക് കാണാം. ആ കേസിങ് പുറത്തോട്ട് പോകും തോറും അതിന്റെ ഇടം കൂടിക്കൂടിയാണ് വരുന്നത്. അതായത് വോളിയം കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രഷർ കൂട്ടുന്ന പരിപാടി, കംപ്രഷൻ എങ്ങനെ നടക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഡിഫ്യൂസർ എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഡിഫ്യൂസറിന് തുടക്കം ഏരിയ കുറവായിരിക്കും, പിന്നീട് അതിന്റെ ഏരിയ കൂടി വരും. ഡിഫ്യൂസറിലൂടെ കടന്നു പോകുന്ന സമയത്ത് എയറിന്റെ പ്രഷർ കൂടുകയും ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എയർ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നത് ഐ ഓഫ് ദി ഇമ്പല്ലറിലാണ്. ഈ പറയുന്ന ഫാൻ കറങ്ങുന്നത് മൂലം എയർ സക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. അപ്പോൾ ഐ ഓഫ് ദി ഇമ്പല്ലറിലോട്ടാണ് എയർ കയറുന്നത്. എയർ കയറി കഴിഞ്ഞാൽ എയർ നേരെ കടന്നു പോകുന്നത് ഇമ്പല്ലർ ബ്ലേഡ്സിന്റെ ഇടയിൽ കൂടെയാണ്. അപ്പോൾ ഇമ്പല്ലർ ബ്ലേഡ്സിന്റെ പ്രത്യേകത നമുക്ക് കാണാം. അത് നോസിൽ പോലെയാണ് ആ ബ്ലേഡിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇവിടെ ഏരിയ കുറവും ഇവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടും. നമ്മൾ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസറിന്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അതെങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം വെലോസിറ്റി കൂട്ടും. അപ്പോൾ ഈ പറയുന്ന ഇമ്പല്ലറിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്, ഇമ്പല്ലറിന്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പറയുന്ന എയറിന്റെ വെലോസിറ്റി കൂടും. ഇനി ഈ വെലോസിറ്റി നമുക്ക് പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത് നെക്സ്റ്റ് അതിന്റെ തൊട്ട് വെളിയിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് ഡിഫ്യൂസർ റിംഗ് ആണ്. അപ്പോൾ ഈ റിങ്ങിന്റെ പ്രത്യേകത നോക്കുക. ഇവിടെ വോളിയം കൂടിയാണ് വരുന്നത്. തുടക്കത്തിൽ ഏരിയ കുറവാണ്, അതിനുശേഷം ഏരിയ കൂടിയാണ് വരുന്നത്. അതായത് അത് പക്ക ഒരു ഡിഫ്യൂസറാണ്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി നേരെ പ്രഷറിലോട്ട് കൺവേർട്ട് ആവും, പ്രഷർ കൂടും. അപ്പോൾ ഇതിന്റെ വെളിയിലോട്ട് നീങ്ങുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ആദ്യം അവിടെ ഒന്ന് ഇൻക്രീസ് ആവും, പിന്നീട് വീണ്ടും എയർ, ഈ പ്രഷറുള്ള എയർ മൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന കേസിങ്ങിലൂടെയാണ് പുറത്തോട്ട് മൂവ് ചെയ്യേണ്ടത്. അപ്പം ഈ എയർ ഈ കേസിങ്ങിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് കേസിങ്ങിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ആദ്യം ഏരിയ കുറവും പിന്നീട് ഏരിയ കൂടി വരുന്നത്. അതായത് ഏതാണ്ട് ഡിഫ്യൂസറിന്റെ രീതിയിലുള്ള പണിയാണ് കേസിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിങ്ങിലൂടെ എയർ പുറത്തോട്ട് വരുന്ന സമയത്ത് അതിന്റെ പ്രഷർ വീണ്ടും കൂടും. അതായത് പ്രഷർ വീണ്ടും ഇൻക്രീസ് ആവും. ഇതേപോലെ നമുക്ക് വെളിയിൽ ഹൈ പ്രഷറിലുള്ള എയർ കിട്ടും. അപ്പം സെൻട്രിഫ്യൂഗൽ കംപ്രസറിന്റെ കേസിൽ എയർ അകത്തോട്ട് കയറുന്നത് ഐ ഓഫ് ദ ഇമ്പല്ലറിൽ കൂടെയാണ്. അതിനുശേഷം ഇമ്പല്ലറിലൂടെ പുറത്തോട്ട് വരും. അന്നേരം അതിന്റെ വെലോസിറ്റി കൂടും. ഇനി പിന്നീട് അത് ഡിഫ്യൂസർ ലൈനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പ്രഷർ ആദ്യം ഒന്ന് കൂടും. പിന്നീട് വോളിയോട്ട് കേസിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പ്രഷർ വീണ്ടും കൂടും. ഇങ്ങനെ ഹൈ പ്രഷർ എയർ നേരെ വെളിയിലോട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയുന്നത് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസറിന് എക്സാമ്പിൾ ആണ്. അടുത്ത ടൈപ്പ് കംപ്രസർ എന്ന് പറഞ്ഞാൽ ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ്.
ഈ ടൈപ്പ് എയർ കംപ്രസറൊക്കെ നമ്മുടെ ജെറ്റ് എഞ്ചിൻസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അവിടെയൊക്കെ കംപ്രസ്ഡ് എയറിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സിയൽ ഫ്ലോ കംപ്രസർ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കേസിംഗ് ഉണ്ട്. ആ കേസിങ്ങിൻ്റെ ഷേപ്പ് നമുക്ക് കാണാം, ഏരിയ കുറഞ്ഞാൽ പോണേ. ഇതിൻ്റെ ഏരിയ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന കംപ്രസർ കറങ്ങുന്ന സമയത്ത് എയർ അകത്തോട്ട് വരും. എയർ അകത്തോട്ട് വരുമ്പോൾ എയർ സഞ്ചരിച്ച് ഇപ്പുറ സൈഡിലോട്ട് ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെലോസിറ്റി കുറയാതെ ഒരേ വെലോസിറ്റിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേസിങ്ങിൻ്റെ ഏരിയ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ എയറിൻ്റെ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസിങ്ങിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്തേക്കണേ. ഇനി ഇവിടെ ബ്ലേഡുകൾ 2 ടൈപ്പാണ് ഉള്ളത്. ഇത് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലേഡും ഇങ്ങനെ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ബ്ലേഡാണ്. ഇത് ആദ്യത്തെ സെറ്റ് ഓഫ് ബ്ലേഡ്സ്, അത് 2 സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഹാച്ച് ചെയ്തിരിക്കുന്നത് അനദർ സെറ്റ് ഓഫ് ബ്ലേഡ്സ്. ഇങ്ങനെ 2 സെറ്റ് ഓഫ് ബ്ലേഡ്സ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ബ്ലേഡ്സിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദേ ആർ സ്റ്റേറ്റർ ബ്ലേഡ്സ്, അവർക്ക് അനങ്ങാനായിട്ട് സാധിക്കില്ല. ഹാച്ച് ചെയ്യാത്ത ബ്ലേഡുകൾ റോട്ടർ ബ്ലേഡ്സ് ആണ്, അവർക്ക് കറങ്ങാനായിട്ട് സാധിക്കും. കാരണം സ്റ്റേറ്റർ ബ്ലേഡ്സ് കണക്ട് ചെയ്തിരിക്കുന്ന കേസിംഗ് കറങ്ങുന്നില്ല, അതുകൊണ്ട് സ്റ്റേറ്റർ ബ്ലേഡ്സും കറങ്ങൂല. പക്ഷേ ഈ പറയുന്ന റോട്ടർ ബ്ലേഡ്സ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഡ്രൈവ് ഷാഫ്റ്റിലാണ്, റൊട്ടേറ്റിംഗ് ഡ്രൈവ് ഷാഫ്റ്റിലാണ്. ഈ കാണുന്ന റൊട്ടേറ്റിംഗ് ഡ്രൈവ് ഷാഫ്റ്റിലാണ് ഈ പറയുന്ന റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ഡ്രൈവ് ഷാഫ്റ്റ് നമ്മൾ കറക്കി കഴിഞ്ഞാൽ അതിനോടൊപ്പം ഈ പറയുന്ന റോട്ടർ ബ്ലേഡ്സും കറങ്ങും. റോട്ടർ ബ്ലേഡ്സ് കറങ്ങുന്ന സമയത്ത് എയർ ഇതിൻ്റെ അകത്തോട്ട് സക്കാവും. എയർ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എയർ ഹാസ് ടു മൂവ് ത്രൂ ദ ബ്ലേഡ്സ്. ഈ ബ്ലേഡുകളുടെ ഇടയിൽ കൂടെ മൂവ് ചെയ്യണം. അതായത് ഫിക്സഡ് ബ്ലേഡിൻ്റെയും മൂവിങ് ബ്ലേഡ്സിൻ്റെയും ഇടയിലൂടെ മൂവ് ചെയ്യണം. അന്നേരം കംപ്രസ് ആവും. അതുപോലെ തന്നെ ദേ ഹാവ് ടു മൂവ് ത്രൂ ദി ബ്ലേഡ്സ് ആൻഡ് ദ കേസിംഗ് ഓഫ് ദ കംപ്രസർ. ഈ പറയുന്ന ബ്ലേഡുകളുടെയും അതുപോലെ തന്നെ കംപ്രസർ കേസിങ്ങിൻ്റെ ഇടയിലൂടെ ഈ സാധനത്തിന് സഞ്ചരിക്കണം. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർ കംപ്രസ് ആവും. അപ്പോൾ പുറത്തെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് കംപ്രസ്ഡ് എയർ ആയിരിക്കും. ഈ രീതിയിലാണ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻ്റർകൂളർ നമ്മൾ കണ്ടത് മൾട്ടി സ്റ്റേജ് എയർ കംപ്രസറിലായിരുന്നു. മൾട്ടി സ്റ്റേജ് എയർ കംപ്രസറിൻ്റെ അകത്ത് 2 സിലിണ്ടറുകളുടെ ഇടയിൽ ഒരു ഇൻ്റർകൂളർ നമ്മൾ കൊടുത്തായിരുന്നു, ചൂടായിട്ടുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർകൂളർ നമ്മൾ ഓൾറെഡി നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞ സാധനം പഠിച്ചായിരുന്നു. അപ്പോൾ ആ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പഠിച്ച അതേ സാധനം തന്നെയാണ് ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഷെല്ലിൻ്റെ അകത്തോട്ട് വാട്ടർ കയറുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. അതേസമയം ഈ പറയുന്ന ട്യൂബിൻ്റെ അകത്തോട്ട് വാട്ടർ കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷെല്ലിൻ്റെ അകത്തോട്ട് എയറും കയറി പോകുന്നുണ്ട്. ട്യൂബിൻ്റെ അകത്തോട്ട് കയറുന്ന വെള്ളം ഈ പറയുന്ന പൈപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇതുവഴി പുറത്തോട്ട് പോകും. അപ്പോൾ അതേസമയം നമ്മൾ ഈ പറയുന്ന ഷെല്ലിൻ്റെ അകത്തേക്കൂടെ നമ്മൾ എയറിനെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഈ എയർ ബാഫിൾ പ്ലേറ്റുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സിക്സാഗായിട്ട് പാമ്പ് പോണേ പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എയറും വാട്ടറും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഷെൽ ആൻഡ് ട്യൂബിലും കണ്ടത്. അപ്പോൾ സെയിം വർക്കിംഗ് തന്നെ പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷെല്ലും ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ്സും ഉണ്ട്. ഷെല്ലിൻ്റെ അകത്തേക്കൂടെ ഒരു ഫ്ലൂയിഡ് സഞ്ചരിക്കും, ട്യൂബിൻ്റെ അകത്തേക്കൂടെ മറ്റേ ഫ്ലൂയിഡ് സഞ്ചരിക്കും. ഇങ്ങനെ പരസ്പരം അവർ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും.